ബിഗ് ബോസിനകത്ത് ഈ കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് നമ്മുടെ സായി അതായത് സീക്രട്ട് ഏജന്റ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ മാതൃദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള എന്തോ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഈ സായി ഈ ഒരു സംഭവം പറയുന്നത്. അതായത് ആർക്കെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടാന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളി ഒരു കാര്യം എഴുതുന്നുണ്ട്. നമുക്ക് അതാദ്യം ഒന്ന് കണ്ടുപോകാം. സ്നേഹി അമ്മയും തമ്മിൽ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു. അതിപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ ആണ് എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഈ ഒരു മെസ്സേജ് കൊണ്ട് ചിലപ്പോൾ അത് മാറി അവർ രണ്ടുപേരും ഒപ്പം നിന്ന് കാണാനാണ് എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനം സന്തോഷം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ സായി പറയുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഈ സ്നേഹ പുള്ളിക്കാരന്റെ ഭാര്യയും അതേപോലെ തന്നെ പുള്ളിക്കാരന്റെ അമ്മയും തമ്മിലുള്ള ഡിഫറൻസുകളും അവർ തമ്മിൽ ഇങ്ങനെ ഒത്തുപോകുന്നില്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം അതായത് ഇപ്പൊ സീക്രട്ട് ഏജന്റ് ആണെങ്കിലും പുള്ളിക്കാരന്റെ വീഡിയോനകത്തുകളും പുള്ളി അധികം പേഴ്സണൽ ലൈഫൊന്നും പുള്ളി അധികം പറയാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ലൈഫിനകത്ത് എന്താണ് നടക്കുന്നത് അതേപോലുള്ള കാര്യങ്ങളൊന്നും അധികം നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിനകത്ത് അതായത് ബിഗ് ബോസിനകത്ത് പുള്ളി ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞപ്പോഴാണ് ഞാനടക്കം എല്ലാവരും ഈ ഒരു സംഭവത്തിനെ പറ്റി ഇങ്ങനെ പുള്ളിയുടെ ലൈഫിനകത്ത് ഇതേപോലെ ഭാര്യയും അമ്മായിയമ്മയൊക്കെ ആയിട്ട് വിഷയമുണ്ട്. അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അമ്മയായിട്ട് ഇങ്ങനെ വിഷയമുണ്ട് എന്നുള്ള കാര്യം പുള്ളി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഈ ഒരു വിഷയം ഇന്ന് ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു. ബിക്കോസ് ഞാനിത് ഈ ഓപ്പൺ സ്റ്റേജിൽ പറയാൻ കാരണം ഇതിൻ്റെ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് ഞാനൊരു മകനായിട്ടും ഇരിക്കണം, ഒരു ഭർത്താവായിട്ടും ഇരിക്കണം. ഞാൻ ലിറ്ററലി അവരുടെ ഇടയിൽ ഷട്ടിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മേനോടൊന്നും പറയാൻ പറ്റുന്നില്ല, പുറത്ത് വൈഫിനോടൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു അഗ്രസീവ് ഫേസിലേക്ക് പോവുകയും ചെയ്യണു. അമ്മ വിളിക്കുമ്പോഴും ഒരു മൂഡ്, സ്നേഹം വിളിക്കുമ്പോഴും വേറെ മൂഡ്. അതൊരു പ്രത്യേക തരം ഇതാണ്. അത് അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും. എന്നെ നിങ്ങളത് അനുഭവിപ്പിക്കാതിരിക്കുക. കാരണം ഞാനിവിടെ സ്നേഹ പ്ലസ് അമ്മ സമാധാനം ഫോർമീന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പുള്ളി അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ സ്നേഹ പ്ലസ് അമ്മ സമാധാനം ഫോർമി, എനിക്കൊരു സമാധാനം വേണം. അതായത് പുള്ളിക്ക് ഇപ്പൊ നിലവിൽ സമാധാനം ഇല്ല എന്നുള്ള രീതിക്കാണ് ആ ഒരു സംഭവം പറഞ്ഞേക്കണം. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഈ പുള്ളി പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഭാര്യയും അതേപോലെ ഇപ്പൊ അമ്മയായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ്, ആ ഒരു കാര്യങ്ങളൊക്കെ മിക്ക വീടുകളിലും അതായത് ഭൂരിഭാഗം വീടുകളിലും കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പല വീടുകളിലും നടക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് ആണുങ്ങളാണ് ഈ ഒരു വിഷയം അനുഭവിക്കുന്നത്. കാര്യം ഇപ്പൊ കല്യാണം കഴിച്ച് ഇപ്പൊ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ പാർട്ട്ണർ നമ്മളായിട്ട് എപ്പോഴും നമ്മൾ അവരുമായിട്ട് നല്ല സിങ്കിനകത്തായിരിക്കും, നമ്മൾ അമ്മയായിട്ട് നല്ല സിങ്കിനകത്തായിരിക്കും. പക്ഷെ ഇവർ രണ്ടുപേരും അതായത് ഈ നമ്മൾ വിളിച്ചിട്ട് വരുന്ന ഈ ഭാര്യയും അതേപോലെ തന്നെ ഈ അമ്മയും തമ്മിൽ അത് സിങ്ക് ആവാനായിട്ട് അത് സിങ്ക് അങ്ങനെ പെട്ടെന്ന് ആവൂല. കാര്യം അത് എങ്ങനെ സിങ്ക് ആവാനായി? ഇവർ രണ്ട് വീട്ടിനകത്ത് വളർന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ഇപ്പൊ ഈ പാർട്ട്ണർ നമ്മുടെ കൂടെ വന്നേക്കണം, അല്ലാണ്ട് നമ്മുടെ അമ്മേനെ ഇഷ്ടപ്പെട്ടിട്ടല്ല വന്നേക്കണം. അപ്പൊ നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇവര് തമ്മിൽ ഒത്തുപോകണം, നിങ്ങൾ നിങ്ങളുടെ അമ്മയമ്മേനെ സ്വന്തം അമ്മയായിട്ട് കാണണം എന്നൊക്കെ പറയണത് എന്തർത്ഥമാണ് അതിനകത്തുള്ള കാര്യം? അവരുടെ അമ്മയല്ല അത്. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ ചെല്ലണം, നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ ആ സ്ത്രീനെ ഒരാൾ നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇവര് സ്വന്തം അമ്മയായിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? കാര്യം അവർ നമ്മുടെ അമ്മയല്ല, നമുക്ക് നമ്മുടെ അമ്മേനെ അല്ലേ നമ്മുടെ അമ്മയായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കണ്ണി കണ്ട എല്ലാവരെയും പിടിച്ച് നമുക്ക് നമ്മുടെ അമ്മയായിട്ട് എങ്ങനെ കാണാൻ പറ്റും? അപ്പൊ ഈ പറയണതിനകത്തൊന്നും വലിയ ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവർ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ ശ്രമിച്ചാലും ചില ഒത്തുപോകുന്നവരുണ്ട്. അതായത് ഇപ്പൊ സ്വന്തം അമ്മയായിട്ട് കാണുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ചിലർക്ക് അമ്മേനേക്കാൾ ഇഷ്ടം അമ്മയമ്മേനായിരിക്കും. അതൊക്കെ ഒരു സൈഡിനകത്ത് ഇരിക്കുക തന്നെ. നമ്മൾ ഭൂരിഭാഗവും കാണുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ അമ്മായിയമ്മ പോരും ഈ മറ്റതും വീട്ടിനകത്തുള്ള വഴക്കും അവസാനം ഇതിന്റെ ഇടയിൽ കിടന്ന് ഈ ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പുരുഷനായിരിക്കും ഈ പറഞ്ഞ എല്ലാ സ്ട്രെസ്സും കൂടെ വന്നത്. കാര്യം അവൻ ആരുടെ സൈഡിനകത്ത് ഇങ്ങനെ ഭാര്യയുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അമ്മയായിട്ട് ഉടക്കും, അമ്മയുടെ സൈഡിൽ നിന്നാൽ ഭാര്യയായിട്ട് ഉടക്കും. കാര്യം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി പോകും. അപ്പൊ ഈ ഒരു ഫേസിൽ കൂടെ അനുഭവിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ അമ്മായിയമ്മയും ഈ മരുമോളും ഈ പറഞ്ഞ സംഭവം ഒന്നും അവര് നോക്കൂല. അവര് നോക്കുമ്പോ എന്താ എന്റെ ഭർത്താവ് എന്താണ്, മറ്റേ മരുമോള് നോക്കുമ്പോ എന്റെ ഭർത്താവ് എന്താണ് എന്റെ കൂടെ വെക്കാണ്ട് അവരുടെ കൂടെ നിൽക്കണേ എന്നായിരിക്കും അവര് ചിന്തിക്കണം. അതേപോലെ അമ്മായിയമ്മ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ മോൻ എന്താണ് എന്റെ കൂടെ വെക്കാണ്ട് അവരുടെ കൂടെ വെക്കണേ എന്നാണ് അവര് ചിന്തിക്കണം. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായ ന്യായമുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കണത് ഈ പറഞ്ഞ ആണുങ്ങളാണ്. ഇതിന്റെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കണം. അപ്പൊ ആ ഒരു സംഭവമാണ് ഇവിടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞത്. അതായത് പുള്ളിയുടെ ലൈഫിനകത്തും ഇതേപോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വിഷയത്തിനെ പറ്റി സ്നേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ബിഗ് ബോസിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നില്ല. അപ്പൊ ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കുറച്ചൊന്ന് നമുക്ക് കണ്ടുനോക്കാം. അങ്ങനെ ഞങ്ങൾ പുതിയ ചാനലിന്റെ പേര് മാറ്റുകയാണ്, സായി കൃഷ്ണൻസ് ഫാമിലി വ്ലോഗ്. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പാതാരബന്ധങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് ഇനി സീക്രട്ട് ഏജന്റ് ഇല്ല, ഞങ്ങൾക്ക് ഇനി സായി കൃഷ്ണനേ ഉള്ളൂ. സായി കൃഷ്ണൻസ് ഫാമിലി വ്ളോഗ്സ് അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ ഇത് ഫാമിലി വ്ളോഗ്, ഫുഡ് ഉണ്ടാവും, ട്രാവൽ ഉണ്ടാവും. സാധാരണ ഞങ്ങളുടെ ചാനലിലാണ് അതൊക്കെ ഉണ്ടാവുക. ഇനി ഈ ചാനലിൽ ഞങ്ങൾ ഇനി അതൊക്കെയാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പോ ആകെ ഒരു പ്രതീക്ഷ ബാക്കി ഉണ്ടായിരുന്നത് സായി എത്തിസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതെ. തിരിച്ചു വന്നാൽ ഞങ്ങൾ എല്ലാ അമ്പലത്തേക്കും സായിനെ കൊണ്ടുപോകും.
അവിടെ എത്തിയിട്ട് മനുഷ്യനായി മാറിയ സായിക്ക് എന്തായാലും അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ എന്നാക്കും അല്ലേ? അതിനിപ്പോ അത് നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ സായി എല്ലാ ദിവസങ്ങളില് ഒരു ഭിക്ഷാടനം, യാത്ര, എങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിലുള്ള plan. ആദ്യം കാശി തുടങ്ങി, ആദ്യം കാശി പോയിട്ട് തുടങ്ങാന്നാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഗുരുവേ നമഃ എന്നൊക്കെ പറഞ്ഞാൽ അതും കേൾക്കേണ്ടി വരും. ഞാൻ അവിടെ വാക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ ആദ്യം ഏൽപ്പിച്ചു, എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നുള്ളത്. എന്തൊക്കെ കാണണല്ലേ. ഓക്കെ, അപ്പൊ ഒരു ട്രോള് സ്വഭാവത്തോടെയാണ് അവർ ആ ഒരു സംഭവം പറയുന്നത്, ആ ഒരു എപ്പിസോഡിന് അത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഇത്രയും ട്രോളിന്റെ കാര്യമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാര്യം പുള്ളിക്കാരന്റെ ഒരു ഫീലിങ്സ് ആണ് പറഞ്ഞത്. അതായത് പുള്ളിയുടെ ലൈഫിനകത്ത് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പുള്ളി അവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ സ്നേഹനെ ഞാൻ കുറ്റം പറയുന്നല്ല, പക്ഷെ എന്നാലും അവരെ എല്ലാരും കൊണ്ടാണ്, അതായത് അതേപോലെ സ്നേഹയുടെ അമ്മയമ്മേനെയും എല്ലാരെയും കൊണ്ടിട്ടാണ് പുള്ളിക്ക് ആ ഒരു ഇങ്ങനെ സമാധാനം ഇല്ല എന്നുള്ള പറഞ്ഞ ഒരു അവസ്ഥയിനകത്ത് കൂടെ പുള്ളി കടന്നു പോകുന്നു എന്നൊക്കെ പുള്ളി അവിടെ പറഞ്ഞ. അപ്പൊ ആ ഒരു സംഭവത്തിന് ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല എന്നാണ് തോന്നിയത്. എന്തായാലും പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതേപോലെ ഓപ്പൺ ആയിട്ട് പുള്ളിക്കാരൻ പറയാൻ കാണിച്ചത് അതേ കാര്യം. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. പലരും പറയാണ്ട് ഇതൊക്കെ ഉള്ളിനകത്ത് ഇങ്ങനെ ഒതുക്കി പലരും ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രഷർ കുക്കറായിട്ടൊക്കെ ആയിരിക്കും പലരും നടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം പുള്ളിക്കാരൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞ്. സീക്രട്ട് ഏജന്റ് ആസ് എ ഗെയിമർ എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ സായി കൃഷ്ണ ഗെയിമർ എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം എനിക്ക് അങ്ങനെ ഭയങ്കര താല്പര്യമുള്ള ഗെയിമർ ഒന്നല്ല. ഇവിടെ നിന്ന് പുള്ളിക്കാരൻ ഭയങ്കര ഘോരം പ്രസംഗിച്ചിട്ടൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ അകത്തേക്ക് പോയത്. അകത്ത് ചെന്ന് മല മറയ്ക്കും, അടുത്ത രാജാവാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അകത്തേക്ക് പോയത്. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ അകത്ത് ചെന്നപ്പോഴത്തേക്കും ഒരുമാതിരി പൂച്ചേനെ പോലെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ കാര്യം പുറത്ത് എത്തുമ്പോൾ ഈ കാറിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളി സിംഹമാണ്, ഒരു ഗർജിക്കുന്ന സിംഹമാണ് പുള്ളി. പക്ഷെ അകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പൂച്ചയുടെ പോലെയായി. അപ്പൊ ആ ഒരു പുള്ളിക്കാരൻ ഗെയിമും കാര്യങ്ങളൊന്നും എനിക്ക് തീരെ അങ്ങനെ താല്പര്യമില്ലാത്തൊരു കേസാണ്. പക്ഷെ എന്നാലും പുള്ളി ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് എന്തായാലും അത് പറയുന്നത് എന്തുകൊണ്ട് നന്നായെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഈ ഒരു വിഷയം ഇത് പുറത്ത് ഇപ്പൊ ഈ പുള്ളി പറഞ്ഞതുകൊണ്ടാണ് അത് നമ്മൾ അറിഞ്ഞത്. പുള്ളിയുടെ ലൈഫിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് വേണമെങ്കിൽ അതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അതായത് ഇപ്പൊ പുള്ളി പറഞ്ഞല്ല, എനിക്ക് ഭാര്യ പറയുന്നതും അതും കേൾക്കാൻ പറ്റൂല, അമ്മ പറയുമ്പോൾ അതും കേൾക്കാൻ പറ്റൂല, എല്ലാം കൂടെ കഴിഞ്ഞൊരു അവസ്ഥ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പലരും ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല, ഇത് എല്ലാവരും അനുഭവിക്കുന്നതാണ് എന്നറിയുമ്പോഴത്തേക്ക് ഒരു മനസ്സുഖമെങ്കിലും കിട്ടും. കാര്യം ഈ ഒരു വിഷയമൊക്കെ മാറും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാര്യം ഇത് ഇപ്പൊ നമ്മുടെ സീരിയലുകളൊക്കെ നോക്കണമെങ്കിൽ സീരിയലുകളുടെ അടിസ്ഥാനം തന്നെ ഈ ഒരു അമ്മായിമ്മ പോരും മരുമോൾ പോരും ആ ഒരു സംഭവമൊക്കെ തന്നെയാണ്. അപ്പൊ ആ ഒരു സംഭവത്തിനകത്ത് നിന്ന് ഒരു അന്ത്യം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് എപ്പോഴെങ്കിലും ഒരു അന്ത്യം ഉണ്ടാവുന്ന കേസ്, അന്ത്യമല്ല, നമുക്കൊരു ടെമ്പററി സൊല്യൂഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് മാറി താമസിക്കുക. അതാണ് എൻ്റെ മൈൻഡിനകത്തുള്ള ഒരു കാര്യം. ഇപ്പൊ പലരും ചിന്തിക്കും നമ്മുടെ ഇത്ര നാളും നോക്കി വളർത്തിയ അമ്മേനെയും അച്ഛനെയൊക്കെ വിട്ടിട്ട് മാറി താമസിക്കുന്നത് അത്ര നല്ല കാര്യമാണോ എന്നൊക്കെ പലരും ചിന്തിക്കും. പക്ഷെ എൻ്റെ ഒരു ഇതിനകത്ത് എനിക്ക് അതാണ് നല്ലൊരു ഇതായിട്ട് തോന്നുന്നത്. കാര്യം അവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ. കാര്യം ഈ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാര്യയും അതേപോലെ ഈ അമ്മയൊക്കെ ആയിട്ട് സിങ്ക് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് നല്ലത് ഈ ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.